എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളുടെ ചാനലിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലെ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ യഥാർത്ഥ നിങ്ങളോടുള്ള വികാരം എന്താണ്, അതായത് കറണ്ട് ഫീലിങ്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് നിങ്ങളോടുള്ള ഈ ഒരു സമയത്തെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളെപ്പറ്റി എന്താണ് അവർ ഈ ഒരു സമയത്ത് ഈ ഒരു ബന്ധത്തെപ്പറ്റി ചിന്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോഴ്സ്ഫുള്ളി നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് വരും. അപ്പം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ച് കാർഡ്സ് എടുക്കാം തീർച്ചയായിട്ടും. അപ്പോൾ അതിനു മുമ്പ് ഇതൊരു പൈൽ റീഡിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ 2 പൈലുകൾ ഞാൻ വെച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം. ഒന്നാമത്തെ പൈല് ബ്ലൂ പൈലാണ്, രണ്ടാമത്തെ പൈൽ എന്ന് പറയുന്ന ഓറഞ്ച് പൈലാണ് തീർച്ചയായിട്ടും. അപ്പം ഒന്നാമത്തെ പൈൽ ഈ ഒരു പൈലാണ്, രണ്ടാമത്തെ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് പൈൽ ഓറഞ്ച് പൈലാണ്. ഇതിൽ ഏതിനോടാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് ആ പൈൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതൊരു പൈൽ വെച്ചുള്ള റീഡിംഗ് ആണ് തീർച്ചയായിട്ടും. അപ്പോൾ ഫസ്റ്റ് പൈൽ ഒരു ബ്ലൂ പൈലാണ്, സെക്കൻഡ് പൈൽ എന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ച് പൈലാണ്. ഇതിൽ ഏതിനോടാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു കാര്യം, നിങ്ങൾക്ക് ആ ഒരു കാർഡ് എടുക്കാവുന്നതാണ്. ഒന്നാമത്തെ പൈൽ, രണ്ടാമത്തെ പൈൽ, അല്ലെങ്കിൽ നമുക്ക് നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ എടുക്കാം. 1, ഇത് 2, അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു റീഡിങ് കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കാർഡുകൾ നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പൈലിൻ്റെയുള്ള റീഡിംഗ് ആണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ് ആണ് ഞാൻ തീർച്ചയായിട്ടും നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പൈലിന് 3 കാർഡ് ഞാൻ ഷഫിൾ ചെയ്തെടുത്ത് വെച്ചതാണ്. എന്തൊക്കെയാണ് ആ പേഴ്സൻ്റെ വികാരങ്ങളെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഒരു 3 ഓഫ് സോഡ് എനർജി വന്നിട്ടുണ്ട് ഫസ്റ്റ് പൈലിന്. രണ്ടാമത്തത് ഒരു സൺ കാർഡ് വന്നിട്ടുണ്ട്. മൂന്നാമത്തത് ഒരു ലവേഴ്സ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ പൈലുള്ള ബ്ലൂ പൈലിന് വേണ്ടിയുള്ള റീഡിംഗ് ആണ് തീർച്ചയായിട്ടും നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പൈല് തിരഞ്ഞെടുത്ത നിങ്ങളുടെ വ്യക്തികളുടെ കറണ്ട് ഫീലിങ്സ് നമുക്ക് നോക്കാം. ഈ ബ്ലൂ പൈൽ തിരഞ്ഞെടുത്ത നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു ബ്ലൂ പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് വളരെ ഒരു ആഴത്തിലുള്ളൊരു ബന്ധം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഈ ഒരു സമയത്ത് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് വളരെ ഒരു ആഴത്തിൽ ഉള്ള ഒരു ബന്ധമാണ് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ അവരെ പിന്നോട്ട് വലിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതാണ് ഈ ഒരു 3 ഓഫ് സോഡിൻ എനർജി വന്നത്. അതായത് ഒരു 3 ഓഫ് സോഡ് എന്ന് പറഞ്ഞൊരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു 3 ഓഫ് സോഡ് എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് പഴയ ചില കാര്യങ്ങൾ അവർ വിഷമിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫിലുണ്ടായ ചില കാര്യങ്ങൾ അവരെ വിഷമിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ അവരെ പിന്നോട്ട് വലിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഈ ഒരു സമയത്ത് ഒരു ആഴത്തിലുള്ളൊരു ബന്ധമാണ്. അവർ നിങ്ങളെപ്പറ്റി ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കൊരു നിങ്ങളുമായിട്ടൊരു സ്റ്റേബിളായിട്ടുള്ളൊരു ബന്ധം അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗൈഡൻസ് ആണ്. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാകുന്നത് അവർക്ക് ഇപ്പം നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്, തുറന്ന് സംസാരിക്കണമെന്നുണ്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ മനസ്സിലാകുന്നത് ഒരു സൺ കാർഡും എല്ലാം കൂടെ വന്നുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അവർക്കൊരു ചെറിയൊരു ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു ഭയം അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഉള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് ആ ഒരു ഭയം അവരെ തടയുന്നതായിട്ട് ഇവിടെ ഒരു കാർഡ്സിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതായത് ഭാവിയിൽ നിങ്ങൾക്ക് ഇപ്പോഴെങ്ങനെയായാലും തീർച്ചയായിട്ടും ഭാവിയിൽ ഈ ഒരു വ്യക്തിയുടെ
ഒരു വലിയ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ഈ ഒരു വ്യക്തിയിൽ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതാണ് ഒരു സൺ കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പോഴെന്ത് തന്നെ ആയാലും ഭാവിയിൽ ആ വ്യക്തിയിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഭാവിയിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ്. ഇതൊരു ആഴത്തിലുള്ളൊരു ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു വേർപിരിയൽ ഉണ്ടായിരിക്കാം, പക്ഷേ ഈ ഒരു വേർപിരിയലിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഒരുപാട് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഭൂതകാലത്തിലുണ്ടായ ചില കാര്യങ്ങൾ അവരെ പിന്നോട്ട് വലിക്കുന്നതായിട്ടും കാണാം. ഇതൊരു പരസ്പര പൂരകങ്ങളായ രണ്ട് വ്യക്തികളുടെ പ്രണയബന്ധത്തെ സൂചിപ്പിക്കുന്ന കാർഡുകളാണ് വന്നിരിക്കുന്നത്. ചില ഡിലേ വന്നാലും തീർച്ചയായിട്ടും ഇവർ തമ്മിൽ ഒരു ആത്മാർത്ഥ പ്രണയത്തെ സൂചിപ്പിക്കുന്ന കാർഡുകളാണ്. ഈ ഒരു വ്യക്തികളുടെ സ്നേഹബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപൂർണമായ സ്നേഹബന്ധമാണ്, ആഴത്തിലുള്ള സ്നേഹബന്ധങ്ങളാണെന്ന് തീർച്ചയായിട്ടും കാർഡുകളിലൂടെ വ്യക്തമാകുന്നു. ആഴത്തിലുള്ള ബന്ധങ്ങളാണ് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടുള്ളതെന്നാണ് ഈ ഒരു സമയത്ത് മനസ്സിലാവുന്നത്. അപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഡീപ്പിലി നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് പൈലിൻ്റെ സ്പ്രെഡ് ഇതാണ്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. തീർച്ചയായിട്ടും ഫോഴ്സ്ഫുള്ളി നിങ്ങളൊന്നും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു നല്ലൊരു റീഡിംഗ് ആയിരുന്നു തീർച്ചയായിട്ടും ഫസ്റ്റ് പൈലിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്പ്രെഡാണ് വന്നത്. ഇനി നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോകാം. സെക്കൻഡ് പൈലിൽ എന്തൊക്കെ കാർഡ്സാണ് വന്നതെന്ന് നോക്കാം. അതായത് ഓറഞ്ച് പൈലിനുള്ള റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും ഒരു ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഒരു പേജ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്, ഒരു 8 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം, ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. അതായത് ഇവിടെ മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 8 ഓഫ് സോഡ് എനർജി വന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഈ ഒരു വ്യക്തി, നിങ്ങളുടെ വ്യക്തി ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്നതായിട്ടാണ് ഈ ഒരു സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു ഗൈഡൻസ് ആണ്. ചിലപ്പോൾ അവർ പല സാഹചര്യങ്ങളിൽ തളച്ചിടപ്പെട്ട പോലെ ഒരു സ്ഥിതിയെ കാണുന്നുണ്ട്. അതായത് പല സാഹചര്യങ്ങൾ കാരണം ഒരു ചങ്ങലയിൽ തളച്ചിടപ്പെട്ട ഒരു വ്യക്തിയെ പോലെ തോന്നുന്നുണ്ടാകാം തീർച്ചയായിട്ടും. അതായത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഒരു ചങ്ങലയ്ക്ക് അകത്ത് ഒരു വ്യക്തിയുടെ ഒരു ഫീലിംഗ് ആണ് തീർച്ചയായിട്ടും ഇവിടെ മനസ്സിലാകുന്നത്. ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു കാർഡ് വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും അവരുടെ മനസ്സിൽ പുതിയൊരു തുടക്കത്തിന് ആഗ്രഹമുണ്ടെന്നാണ് ഈ ഒരു പേജ് ഓഫ് പെൻഡിക്കിളും ഏസ് ഓഫ് കപ്പും കാണുന്നത് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ അവരെ ആഗ്രഹിക്കുന്നതായിട്ടും ഈ ഒരു കാർഡുകളിലൂടെ മനസ്സിലാകുന്നു. അപ്പം തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, എന്തൊക്കെയോ കാര്യങ്ങളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ് തീർച്ചയായിട്ടും. അതായത് അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വേറെ ഒരു വ്യക്തി ഉണ്ടാവാം. തീർച്ചയായിട്ടും അവർ മാരീഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ അവരെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നിങ്ങളോടവർ ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണെങ്കിൽ പോലും അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും വരുന്നത്. അപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു ഡിലേ വരുന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു 2 പൈലുകളിലും കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പൊതുവായിട്ടുള്ളൊരു ഉപദേശം, ഒരു അഡ്വൈസ് ഇതാണ്, നിങ്ങളോടുള്ളൊരു ഉപദേശം ഇതാണ്. പൊതുവായുള്ളൊരു ഉപദേശം എന്തെന്നാൽ 2 പൈലിനെയും ചേർത്ത് ഞാൻ പറയാം. പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക, ക്ഷമയോടുകൂടി പേഷ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണ്ടതെന്ന് 2 പൈലും പറയുന്നു. അതുപോലെ തന്നെ പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിവൈൻ നോക്കിക്കൊള്ളും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഡിവൈനിൽ സറണ്ടർ ചെയ്യേണ്ട ഒരു സമയമാണ് കാണുന്നത് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും
തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതെന്നാണ് ഞാൻ ഈ ഒരു സമയത്ത് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ എൻ്റെ ചാനൽ ഒന്ന് കൂട്ടാക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും എൻ്റെ ചാനൽ കൂട്ടാക്കാത്ത കാണുന്ന കൂട്ടുകാരൊക്കെ എൻ്റെ ചാനൽ ഒന്ന് കൂട്ടാക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും 2 പൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗൈഡൻസ് ആണ് വരുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക, ഡിവൈനിൽ വിശ്വസിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വെളിച്ചം വീശട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഓക്കേ.